മണിച്ചേട്ടന്റെ പാട്ടുകൾ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജു ചാലക്കുടി. 1 2 3 പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കും. ഞാൻ ആദ്യമായി ഒരു ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുന്നതും മണിച്ചേട്ടൻ്റെ കൂടെ. നാടൻ പാട്ടിന്റെ ഈ ഒരു വശത്തിന് ഒറ്റ നാണയേ ഉള്ളൂ, അത് മണിച്ചേട്ടനാണ്. 1 2 3 4 തലവടി മുണ്ടിട്ട് കടയുന്നു പടം വാങ്ങി മറപ്പറ്റി പമ്പി ഓർഞ്ഞു ചപ്പിച്ചനി കണ്ണെഴുതി. മണിച്ചേട്ടൻ ഒരു പാടിയത് കോരമാമി കൊയിലൂതൻ എന്ന് പറഞ്ഞ ഒരു പാട്ട്. മണിച്ചേട്ടൻ്റെ സംഗതികളാണ് എനിക്ക് കൂടുതലും ഫോക്കസ് ചെയ്യാറ്. കോരമാമി കൊയിലൂതാണ് ചങ്കരമാമി താളടിച്ചാണ് ഇത് കണ്ടിട്ടമ്രോത്താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. ഞാൻ പാടി കൊടുത്തിട്ട് പുള്ളി ആളവിടെ ഇരുന്നിട്ട് കലക്കിണ്ടറാ സൂപ്പറായി. പുള്ളി ഭയങ്കര പ്രോത്സാഹനമൊക്കെ നമുക്ക് തന്നു. ഒരിക്കൽ ഫോണിൽ വിളിച്ചിട്ട് മണിച്ചേട്ടൻ ഞാൻ അപ്പൊ എന്റെ പേര് കലാഭവൻ എന്ന് പറഞ്ഞാൽ എന്റെ പേരിന്റെ ഫ്രണ്ടിൽ കലാഭവൻ എന്ന് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. മണിയുടെ സൗണ്ടിൽ നിന്ന് സംസാരിച്ചോളൂ. അവര് വേറെ ആളെ പറ്റിക്കാൻ വിളിക്കും. ഹലോ ഇതാരത്? അപ്പൊ മണിച്ചേട്ടൻ ഇത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ ആ വീട്ടിൽ ഇങ്ങനെ കോള് വന്നു. മണിച്ചേട്ടൻ അറിഞ്ഞത് ചോദിച്ചു ഇങ്ങനെ ആരാ എന്ന് വെച്ചു. ഞാൻ കലാഭവൻ മണി. പിന്നെ ഞാൻ ആരാ? നാലുകാലുള്ളൊരു നങ്ങിലി പെണ്ണിന് കാവാലൻ കായലിൽ തുള്ളാട്ടം. ഈ മോഡുലേഷൻസ് ഒക്കെ ശരിക്കും സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുത്തിട്ട് പാടിയതാണോ അതോ പുള്ളി തന്നെ ഇംപ്രവൈസ് ചെയ്ത് പാടിയതാണോ എന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മനുഷ്യനെ കൂടുതൽ ഇംപ്രവൈസ് ചെയ്ത് പാടിയതായിരിക്കാം. പുള്ളി കൈന്നിട്ട് പാടിയ സാധ്യത. അപ്പൊ ഈ പാട്ടാണ് എനിക്ക് കൂടുതലും സ്റ്റേജിൽ ശ്വാസം കിട്ടാതെ നമ്മളിത് പാടുക. നേടാം. ഓക്കെ. തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തക്കല മുസക്ക് 2 പല്ല് കുറുക്കി തെറ്റില്ല ഉപ്പും മുള്ളക്കില്ല ഉലകിലെ മായങ്ങൾക്കറ്റമില്ല. ഉത്രാടത്തിൽ വന്ന പത്രാടം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് ഉണ്ണിക്ക് പമ്പരം ചോദിച്ചൊന്ന് തരം മിത്താക്ക് നല്ലൊരു പാദസരം. സാമ്പ്രാണി ചേർത്താലും പാലിൽ നനച്ചാലും മുള്ളിതൻ കണ്ടം കൂറായുമില്ല. കണ്ടത്തിൽ കിടക്കണം മുണ്ടത്തിപ്പാലിന്റെ മുഖത്ത് മുന്നഴി നെയ് കണ്ട് പാലിന് കൈപ്പില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല പച്ചില പമ്പിന് പത്തിയില്ല കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്ക് മധുരല്ല കൊക്ക് കാണാത്ത കുളങ്ങളില്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ എന്താ പറയുക, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ പാട്ട് കലാകാരനാണ്, സിംഗറാണ്, മ്യൂസീഷ്യനാണ്, ആക്ടറാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാണ്ട്. നമ്മുടെ സ്വന്തം രഞ്ജു ചാലക്കുടി, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. ഒരുപാട് സന്തോഷം. ഏതായാലും ഇപ്പം ഈ അടുത്ത കാലത്ത് റീൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളാണ് കോളേജിലെ പിള്ളേരും കൂടി നിങ്ങളിങ്ങനെ ഏറ്റെടുത്തേക്കുക. പലരും പറയാറുണ്ട് മണിച്ചേട്ടൻ, ഞങ്ങളുടെ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇവിടെ തകർത്തേനെന്ന് പറയുന്ന സ്ഥാനത്ത് നിങ്ങൾ കാണിച്ചു കൊടുത്തു. അവിടെ പോയിട്ട് നിങ്ങളുടെ രീതിയിൽ അടിപൊളിയായിട്ട് തകർത്തു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ആദ്യത്തെ ആയിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഇത്രയും വർഷം ഫീൽഡിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-16 വർഷത്തിൻ്റെ അടുത്തുണ്ട് ഫീൽഡിൽ സജീവമായിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമുക്ക് മുൻപിൽ വന്നിട്ടുള്ള ഓരോ 10 വർഷങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇയേഴ്സ് ആയിരുന്നു. ഇവിടെ നിന്ന് 10 വർഷം പുറകോട്ട് എടുക്കുകയാണെങ്കിൽ അന്നത്തെ 5-7 വയസ്സുള്ള കുട്ടികളാണ് ഇന്ന് 10-17 വയസ്സിലേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അവർ എടുക്കുന്ന എഫേർട്ട് വളരെ വലിയ എഫേർട്ടാണ്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊരു സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പിന്നെ കോളേജിൽ പോയിട്ടില്ല, സ്കൂളാണെങ്കിലും ഒരു കോളേജ് കാലഘട്ടമാണെങ്കിലും പേരൻസിൻ്റെ അനുമതി ഇല്ലാതെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ടൂറ് പോലും പോകാൻ പറ്റാത്തൊരു അല്ല, പേരൻസിൻ്റെ അനുമതി വേണം, അത് കറക്റ്റാണ്. പക്ഷെ ഒരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നമ്മുടെ ഏജിലുള്ള ആളുകൾ എഫേർട്ട് അധികം എടുത്തിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല. വളരെയധികം അവർ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെയാണ് ഞാൻ ഈ ഷോയിലേക്ക് എത്തുന്നത്. എന്നെങ്ങനെ വിളിച്ചു. ആദ്യം ആ സ്കൂളിലുള്ള കുട്ടികളോടാണ് എൻ്റെ നന്ദി ഞാൻ പറയുന്നത്. അവർ GHSS കൊക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലെ. അപ്പം ഇങ്ങനെ അവരിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, അപ്പോൾ വരാൻ പറ്റുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാണ് ഡേറ്റ്? അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ച് ഞാനൊരു വിദേശ പര്യടനം കഴിഞ്ഞ് നാട്ടിലെത്തി. 1-1.5 ആഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓസ്ട്രേലിയ പോയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എൻക്വയറി വരും. അവരെ പർപ്പസ് ഇപ്പോൾ ഞാനാണെങ്കിൽ കോളേജ് ഫംഗ്ഷൻസ് അങ്ങനെ ഒന്നും അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഈ അടുത്ത കാലത്ത് മുമ്പ് ചെയ്തിരുന്നു, ഗസ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പോയിട്ട് കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന്. അതായത് എനിക്ക് തോന്നുന്നു മണിച്ചേട്ടൻ
ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് പോയിട്ടൊരു 10 വർഷക്കാലമായി. അദ്ദേഹം ഉണ്ടാക്കി വെച്ചൊരു ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജനറേഷൻ അല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുന്ന ജനറേഷനായാലും ഇനി വരാൻ പോകുന്ന ജനറേഷനായാലും എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആണ് പുള്ളി ചെയ്ത് വെച്ചത്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ടോക്കില്ലേ അതെ, അതുപോലെ ക്ലിക്ക് ചെയ്യാവുന്ന ഗിവ് ആൻഡ് ടേക്ക് പോലത്തെ സംസാരം പോലെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് എന്താവും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അവിടെയുള്ള കുട്ടികൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്താണ് മിമിക്രി ആണോ അതോ പാട്ടാണോ ഒന്നും അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെന്ന് 20 മിനിറ്റ്സ് പ്ലസ് നോൺ സ്റ്റോപ്പ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്തു. അവർക്ക് മനസ്സിലായി, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ് സെക്കൻഡ് എൻട്രി ഒരു 20 മിനിറ്റ്സ് നോൺ സ്റ്റോപ്പ് ആയിട്ട് അങ്ങനെ ഒരു 1.5 hour അടുത്ത് നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. അവർ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. അവർ കാരണമാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു റീ എൻട്രി എന്ന് പറയുന്നൊരു സോഷ്യൽ മീഡിയയിൽ വരുന്നത്. മാത്രമല്ല അതിനുശേഷം ഒരുപാട് എൻക്വയറീസ്, ഒത്തിരി പേര് പ്രോഗ്രാമിനുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ വളരെ സന്തോഷം. അപ്പൊ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ്, GSS കോളേജിലെ കൊക്കൂരിലെ പിള്ളേർക്ക് ഈ ചേട്ടന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞങ്ങളും പറയാ, കാരണം ഈ കലാകാരൻ ഇതേപോലെ ആൾക്കാരിലേക്ക് വീണ്ടും എത്തിച്ചതിന് നമുക്കൊരു പണി ചെയ്യാം. നമ്മള് കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കണം. ബ്രോനിവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആദ്യം പ്രതീക്ഷിക്കുക ഇദ്ദേഹത്തിന്റെ പാട്ടാണ്. നമുക്കൊരു നല്ലൊരു പാട്ട് നമ്മൾ തുടങ്ങിയാലോ? ഓക്കെ. അദ്ദേഹം സ്റ്റേജിൽ വന്നാൽ ആദ്യം പാടുന്ന ഒരു പാട്ടുണ്ട്. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ വാഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കണുമാ വയറ് കത്യാളി എൻ്റെ കോടല് കത്തണുമാ പ്രാണം പടഞ്ഞിട്ട് ദൈവേ ഓണം പടർക്കണുമാ. ഒരു രോമാഞ്ചം പനി. അടിപൊളി ബ്രോ. ഇത് എന്താ പറയുക, നേരത്തെ ബ്രോ പറഞ്ഞില്ലേ നമ്മളതിൻ്റെ താഴെ നിൽക്കുന്ന ചെറിയൊരു പുൽത്തകടിയാന്ന് പറഞ്ഞില്ലേ. പക്ഷേ ഞങ്ങൾക്ക് മിസ്സായ മണിച്ചേട്ടനെ കാണുന്നത് നിങ്ങളിലൂടെയാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. നിങ്ങളെപ്പോലത്തെ കലാകാരന്മാരൊക്കെ ഇതേപോലെ വന്ന് വീണ്ടും ആ കലാകാരൻ്റെ ആ ഒരു ഓളം ഇപ്പോഴും ഇതേപോലെ തന്നെ നിർത്തുന്നത്. പലരും പറയുന്നില്ല, ഇപ്പോൾ ബ്രോ അവിടെ വന്നിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരെ കമന്റ് ഉണ്ട്, ഞങ്ങളുടെ മണിച്ചേട്ടനെ ഞങ്ങൾ കണ്ടു, ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇഷ്ടം. ഭയങ്കര അഭിമാനമാണ്. ഒന്നാമത് കലാകാരനാന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചാലക്കുടിക്കാരനാന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമാണ്. തീർച്ചയായിട്ടും. മണിച്ചേട്ടൻ്റെ നാട്ടുകാരനാന്ന് എവിടെ ചെന്നാലും ചോദിക്കും. നമ്മളിപ്പോൾ ഇപ്പം തൃശ്ശൂർ ജില്ലയിലുള്ള ആര് ഇപ്പോൾ വിദേശത്ത് ഒരു ജോലി ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരോട് ചോദിക്കും എവിടെ സ്ഥലം, ഭാഷ കേൾക്കുമ്പോൾ എവിടെ സ്ഥലം നോക്കുമ്പോൾ ഞങ്ങൾ ചാലക്കുടി എന്ന് പറയുന്ന ആളുകളുണ്ട്, ഞങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ മറ്റുള്ള ജില്ലകളുണ്ടെങ്കിൽ പോലും അതിനകത്ത് സബ്ബായ സ്ഥലങ്ങളിൽ ഹിറ്റായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ചാലക്കുടി. ചാലക്കുടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മണിച്ചേട്ടൻ്റെ നാടല്ലേ എന്ന് ചോദിക്കുന്ന ഒരു, ആ നാട്ടിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ നമ്മുടെ ആൾക്കാരെല്ലാരും ചാലക്കുടി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കാം മണിച്ചേട്ടന്റെ വീടിന്റെ അടുത്താണോ എന്നൊരു ചോദ്യമില്ലേ? അത് എല്ലാവരും ചോദിക്കൂലേ? എല്ലാ ചാലക്കുടിക്കാരോടും. എൻ്റെ വീട് കനകമല എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്ററിന്റെ അടുത്ത് ചുറ്റളവിലാണ് ഈ സ്ഥലം വരുന്നത്. എനിക്ക് ചാലക്കുടിയായിട്ടുള്ള റിലേഷൻ കൂടുതലും എൻ്റെ ഫാമിലി റിലേഷൻഷിപ്പുകളൊക്കെ കൂടുതലും ചാലക്കുടി തന്നെയാണ്. പിന്നെ പഠിച്ചതും പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നതും നമ്മള് എന്തും ഈ പറഞ്ഞ സിറ്റിയിൽ കൂടിയാണ് എപ്പോഴും പോകുന്നത്, പോയി വരുന്നതല്ല. അപ്പോൾ അതായിട്ട് നമുക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് ആണ്. ഓക്കെ ബ്രദർ, ആദ്യമായിട്ട് മണിച്ചേട്ടനെ കണ്ട ഒരു ടൈമില് ആദ്യമായിട്ട് കണ്ടത് അത് ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞു. അന്ന് പാട്ടുണ്ടോ? പിന്നെ അന്നും നമ്മൾ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പാട്ടിന്റെ പുറകെ നമ്മൾ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേ നമ്മൾ മരിക്കും പാട്ടെന്ന് പറഞ്ഞാൽ. അന്ന് നാടൻ പാട്ട് തന്നെയാണോ? എല്ലാ പാട്ടും അന്നെന്ന് പറഞ്ഞാൽ നാടൻ പാട്ട് എന്താണ് അല്ലെങ്കിൽ സിനിമ പാട്ട് എന്താണെന്ന് അറിയില്ല. നമ്മൾ കേട്ട് 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 ഇങ്ങനെ മുളിപ്പാട്ടും പാടി നടക്കുന്ന ഒരു സംഭവമാണ്. മണിച്ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് അതിരപ്പള്ളിയിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് ടൈം കാണുന്നതല്ല, ഒരു ഷോ ചെയ്യുന്നത് അതിരപ്പള്ളി വെച്ചിട്ടാണ്. അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് മണിച്ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ഷോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ ആദ്യമായി ഒരു ടെലിവിഷൻ പ്രോഗ്രാം ചെയ്യുന്നതും മണിച്ചേട്ടൻ്റെ കൂടെ ഫസ്റ്റ് ഷോ ചെയ്തു. അതിൽ മണിച്ചേട്ടൻ എന്നെ വളരെ മനോഹരമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നെ പറ്റി എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
മനുഷ്യനെ അറിയായിരുന്നു ഇങ്ങനെ ഒരു ഞാൻ ചില അന്ന് വളരെ ചെറുപ്പമാണ് ഞാൻ. ഇന്നും ചെറുപ്പത്തിന് കുറവൊന്നുമില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ അന്ന് പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ടൈം പോലെ പ്രസീത ചാലക്കുടി എന്നെ ആദ്യമായിട്ടൊരു ടീമിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത് പ്രസീത നാടൻപാട്ടിൻ്റെ. അപ്പോൾ അവരുടെ ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിനകത്തേക്ക് എന്നെ ആഡ് ചെയ്തു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ കുറച്ച് ഫങ്ഷൻസുകൾ കുറച്ച് നാളുകൾ പെർഫോം ഒക്കെ ചെയ്യാൻ അങ്ങനെ പോയിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. ഓക്കെ. അങ്ങനെ പ്രത്യേകിച്ച് മുഖാന്തരം എനിക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഭംഗിശ്രീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ ടീമിൽ തന്നെ പാടുന്നൊരു എൻ്റെ വേറൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ കൂട്ടിന് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ ഷോ അവിടെ വെച്ചിട്ട് മണിച്ചേട്ടനോട് ആദ്യം ഷോ ചെയ്യുന്നത്. മണിച്ചേട്ടൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ചാലക്കുടി എയർലൈൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് മണിച്ചേട്ടൻ്റെ അടുത്ത് തന്നെയാണല്ലോ വീട്, നമുക്ക് പോയി വരാവുന്ന ദൂരമല്ലോ. ഒരു ദിവസം വെറുതെ കാണാൻ പോയി. വെറുതെ നേരിട്ട് മണിക്കൂടാരത്തിലേക്കല്ല, മണിച്ചേട്ടൻ്റെ ഒരു ആശാനുണ്ട്, സുബ്രഹ്മണ്യം എന്നാളുടെ പേര്. പാടി ഒന്നും പാടിയിൽ സാധാരണ പാടി എന്ന് പറയാം, പക്ഷെ അവിടെ അല്ല ഞാൻ പോയത്. ഈ സുബ്രഹ്മണ്യ ആശാന്റെ വീട്ടിൽ പോയിട്ട് അവിടെ മണിച്ചേട്ടൻ നല്ല നല്ല കുട്ടപ്പനായിട്ടിരിക്കണം. ഇങ്ങനെ ഒരു എന്താ പറയുക, മറ്റേ ഇങ്ങനെ ഒരു മാലയൊക്കെ ഇട്ട് കയ്യിൽ വടയൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കുക, നൈസായിട്ട് നല്ല ആനച്ചന്തം കാണുമ്പോൾ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എൻ്റെ പേര് രഞ്ജിത്ത്, ഇങ്ങനെ അടുത്താണ് വീട്, ഞാൻ ചേട്ടൻ്റെ പാട്ടൊക്കെ പാടാറുണ്ട്, പെർഫോമൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ പുള്ളിയുടെ ഒരു വോയിസ് മോഡുലേഷനിൽ ആണോ, അത് ശരി, അപ്പോൾ നിൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞേ? ഇവിടെ മേച്ചർ. അതല്ലേ, ഓക്കെടാ നമുക്ക് കാണാം. ഷേഖിൻ്റെ എന്നപ്പോൾ കൈ എൻ്റെ ഞെരുങ്ങി പോയി. കാരണം നമ്മൾ മറ്റേ നമ്മൾ പിണ്ണാക്ക് വേറെ എണ്ണ വേറെ എന്നാ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ കൈ കുഞ്ഞു കൈ അതിനകത്ത് പെട്ടുപോയി. അത്ര പവറുള്ളൊരു ആരോഗ്യമുള്ളൊരു ഇതാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. സെക്കൻഡ് ടൈം ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റ് ഷോ ചെയ്യുന്നത് മണിച്ചേട്ടൻ്റെ കൂടെ. അന്ന് മണിച്ചേട്ടൻ അവിടെ കണ്ടിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ബ്രോന്റെ മനസ്സിൽ വളരെ ഒരു നമുക്ക് സിനിമയിൽ കാണുന്ന മണിച്ചേട്ടനല്ല, അതിലും കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. ഞാൻ മണിച്ചേട്ടൻ്റെ സ്റ്റൈലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മണിച്ചേട്ടൻ്റെ സ്റ്റൈലിൽ പാടാൻ. അത് അന്നും നമ്മൾ ഇമിറ്റേഷൻ അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ, ദാസേട്ടൻ പാടുന്ന കേൾക്കുമ്പോൾ, എം ജി സാർ പാടുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അവർ പാടിയത് കേട്ട് പോയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു വകഭേദം വരുന്നത്. പക്ഷെ നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ഒറ്റ നാണയമുള്ളൂ, അത് മണിച്ചേട്ടൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു ആർട്ടിസ്റ്റ് ഇല്ല വേറെ. ഒരു നാണയത്തിന്റെ ഇരുവശം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാമെങ്കിലും ഈ നാടൻ പാട്ടിന്റെ ഈ ഒരു വശത്തിന് ഒറ്റ നാണയമുള്ളൂ, അത് മണിച്ചേട്ടനാണ്. അത് അപ്പം നമ്മളെ സംബന്ധിച്ച് അവിടെ വെച്ചിട്ട് ഞാൻ അന്ന് മണിച്ചേട്ടന് ഒരു പാടിയത് കോരമാമി കൊയിലൂതൻ എന്ന് പറഞ്ഞ ഒരു പാട്ട് മണിച്ചേട്ടൻ പാടി തന്നെ പാടി കൊടുത്തത്. അപ്പം മണിച്ചേട്ടൻ്റെ സംഗതികളാണ് എനിക്ക് കൂടുതലും ഫോക്കസ് ചെയ്യാറ്. പാടുമ്പോഴുള്ള കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ പാടുമ്പം കോരമാമി കൊയിലൂതാണ് ചങ്കരമാമി താളടി അങ്ങനെ പാടും. പുള്ളി പാടുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കോരമാമി കൊയിലൂതാണ് ചങ്കരമാമി താളടിച്ചാണ് ഇത് കണ്ടിട്ടമ്രോത്താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര കൊച്ചിൻ്റെ അച്ഛൻ നെല്ലും വാട്ടി വെച്ചിട്ടങ്ങനെ ഇല്ലി പള്ളിൻ്റെ ഇടയക്കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര കൊച്ചിൻ്റെ അച്ഛൻ ചത്തോണ്ടല്ല നടുപൊടിഞ്ഞ് ചത്തോണ്ടല്ല ആഴി നെല്ലിണ്ട മണ്ണെണ്ണ കത്തി തീർന്നോണ്ടാണ് ഇത്തകത്താരേ കൊച്ചിൻ്റെ അച്ഛൻ നെല്ലു വാട്ടി വെച്ചിതങ്ങനെ ഇല്ലി പള്ളിൻ്റെ ഇടയക്കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര കോരമാമി കൊയിലൂതാണ് ചങ്കരമാമി താളടിച്ചാണ് ഇത് കണ്ടിട്ടമ്പ്രോത്താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര ഇത് കണ്ടിട്ടമ്പ്രോത്താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. ഈ സംഗതികളുണ്ടല്ലോ, തോച്ചണ തൊയ്യം അയ്യപ്പന്താര അങ്ങനത്തെ സാധനം ആ ഒരു മീറ്ററൊക്കെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ആ മീറ്ററൊക്കെ വെച്ച് ഞാൻ പാടി കൊടുത്തപ്പോൾ പുള്ളി ആളവിടെ ഇരുന്നിട്ട് കളിക്കണ്ടാ സൂപ്പറായി. പുള്ളി ഭയങ്കര പ്രോത്സാഹനമൊക്കെ നമുക്ക് തന്നു. എന്റെ ബ്രോ അത് നേരിട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമുക്ക് മനസ്സിലാവും. അത് കലാഭവൻ മണിയാണ് പറയുന്നത്. അതെ, അതും അന്ന് ഫീൽഡിലേക്ക് പോലും ഞാൻ ഇറങ്ങിയിട്ടില്ല.
തുടക്കം നമ്മുടെ ഏറ്റവും ബിഗിനിങ് ആണത്. അപ്പോൾ ഞാൻ അന്ന് ചോദിക്കും, ചേട്ടാ രണ്ടുകൂടെ ഞാൻ പാടാൻ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പിന്നെ പിന്നീട് ഞാൻ കലാരംഗത്തേക്ക് എങ്ങനെയോ വന്നെത്തി. പിന്നെയാണ് പ്രസിദ്ധിച്ചിട്ട് കൂടെ അവിടെ നിന്നൊരു അനുഗ്രഹം പുള്ളിയുടെ വന്നു, അങ്ങനെ കൂട്ടിയാൽ മതി ആ ടൈമിൽ. അതെൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ഷോ ചെയ്യുന്നതും ഒരു ടെലിവിഷൻ ഷോയിൽ ഫസ്റ്റ് ചെയ്യുന്നതും മണിച്ചേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് തുടങ്ങിയ ആ ഒരു എൻ്റെ ഒരു ട്രാവലിംഗ്, കലാരംഗത്തെ ട്രാവലിംഗ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടെലിവിഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ലേ ബ്രോ അവിടെ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തത്, ഒരു ശ്രദ്ധ പറ്റിക്കാൻ വേണ്ടി? പഠിച്ചത് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ വന്നപ്പോൾ തന്നെ? ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ അമ്മമാരുടെ സാരി തുമ്മുമ്പോൾ പിള്ളേർ പിടിച്ചിട്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നടക്കണ പോലെ ഞാൻ മണിച്ചേട്ടൻ ഒരു പാട്ട് പാടിക്കൂടെ എപ്പം നോക്കിയാലും തന്നെ പറച്ചില്ല. അവസാനം പുള്ളിക്ക് അവിടുത്തെ ആ തിക്കും തിരക്കുമ്പോൾ പാടിക്കാൻ തന്നെ കൊണ്ട് തേങ്ങ നേരെ ഇതാവട്ടെ ഈ മങ്ങരും താളിക്കട്ടെ എന്ന് പറഞ്ഞ പുള്ളി. അപ്പം ഞാൻ ഇതിപ്പോൾ ഇനിയിപ്പോൾ നടക്കില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ പോലെ പാടുന്ന, എൻ്റെ സ്റ്റൈലിൽ പാടുന്ന ഒരു കലാകാരൻ അവിടെ ഉണ്ട്, എൻ്റെ പേരെന്താ, രഞ്ജിത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെ അതിൽ ഞാൻ പാട്ട് പാടി. അത് ഭയങ്കര, ഞാൻ പാടി കഴിഞ്ഞ് മൈക്ക് എൻ്റെ പുള്ളി മേടിച്ചിട്ട് മണിച്ചേട്ടൻ മേടിച്ചിട്ട് അതിൻ്റെ ബാലൻസ് മണിച്ചേട്ടൻ പാടി തീർത്തു. ഭയങ്കര രസമായിരുന്നു അത്. അടിപൊളി. എനിക്ക് ഭക്ഷണമൊക്കെ വാരി വായിൽ ഉരുട്ടിയൊക്കെ വെച്ച് അവിടെ വെച്ച് നിന്ന് നല്ല സ്വാദുള്ള ഫുഡ് കഴിക്കാൻ പറ്റി മണിച്ചേട്ടൻ്റെ കയ്യിൽ. നന്നായിട്ട് കുക്കിങ് ചെയ്യും. നല്ല കുക്കല്ലേ, എല്ലാവരും പറഞ്ഞേക്കാം. പുള്ളി ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല സ്വാദുള്ള ഒരു ഇത്. ആ മനസ്സുപോലെ തന്നെ എല്ലാം നാടൻപാട്ട് പോലെ തന്നെ എല്ലാം വളരെ മനോഹരം. ഒരു കാര്യം, ഈ ഒരിക്കൽ ഫോണിൽ വിളിച്ചിട്ട് മണിച്ചേട്ടൻ ഞാൻ ഇപ്പഴല്ല, അത് കുറേ നാൾ മുമ്പാ. അതെന്തായിരുന്നു ആ സംഭവം? അതൊരു അന്ന് എൻ്റെ വീട്ടിൽ ഫോണൊന്നുമില്ല, നമ്മുടെ അയലക്കത്ത് ആണ് ഉള്ളത്. അപ്പോൾ എനിക്ക് കലാഭവനിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്നെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കലാഭവൻ എന്ന് കേൾക്കുമ്പം കലാഭവനിൻ്റെ പേരിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ഈ കലാഭവൻ മണി എന്ന് പറയുന്നൊരു വെയിറ്റ് ഉണ്ടല്ലോ. അതെ അതെ, ഒരു ബ്രാൻഡ്. മണി എന്ന് പറയുന്ന പേരിന്റെ മുമ്പിൽ കലാഭവൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ. അത് മറ്റാരും വേറെ ഒന്നും വിചാരിക്കരുത്, മറ്റുള്ള ആൾക്കാരെ പറ്റി നമ്മൾ ഇത് പറയുന്നല്ല. പക്ഷെ അങ്ങനത്തെ ഒരു വെയിറ്റ് തോന്നിയിരുന്നില്ല എനിക്ക്. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നി, കലാഭവൻ എന്ന് പറഞ്ഞിട്ട് പേര് കലാഭവനിൽ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിന് സാധിച്ചൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, നമ്മൾ സ്കൂളിൽ പോണ സമയമാണ്. അന്ന് തൊട്ടുള്ള ആഗ്രഹം പറയുന്നത്. അപ്പൊ എൻ്റെ പേര് കലാഭവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിന്റെ ഫ്രണ്ടിൽ കലാഭവൻ എന്ന് വരാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഫോൺ വിളികൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ആഗ്രഹമാണല്ലോ, അന്നത്തെ എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ. ഞാൻ ഈ സിനിമയിലത്തെ ഇതൊക്കെ കേട്ട് ഉള്ള ആ വോയിസ് മോഡുലേഷൻ വെച്ചിട്ട് ഞാൻ ഫോണിൽ വിളിക്കുന്ന സമയത്ത് കൂട്ടുകാരന്മാർ വിളിക്കണ്ട, മണിയുടെ സൗണ്ടിൽ നിന്ന് സംസാരിച്ചോളൂ, അങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. അവര് വേറെ ആളെ പറ്റിക്കാൻ വിളിക്കും. അപ്പൊ എന്നോട് സംസാരിക്കാൻ മണിച്ചേട്ടനായിട്ട് ഞാനിങ്ങനെ ഹലോ ഇതാരത്, നീ എവിടെ നിന്നാ വിളിക്കണേ? അപ്പൊ മണിച്ചേട്ടൻ അവർക്ക് ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് നമ്മുടെ ഫോണിൽ ആ വീട്ടിലേക്ക് തന്നെ കോൾ വന്നു. ഇതുപോലെ മണിച്ചേട്ടൻ അറിഞ്ഞു ഇത് ഇങ്ങനെ ഒരുത്തം വിളിക്കണമെന്ന് സംഭവം അറിഞ്ഞു പുള്ളി. നമ്മുടെ അന്നേരം നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അന്നേരം ആ ഒരു ഇതൊക്കെ പടപടാന്ന് പറഞ്ഞ സംഭവങ്ങളാ ഒരു കുറെ നാളുകൾക്ക് ശേഷം സംഭവിക്കണല്ല, ആ ഒരു വേരിയേഷനിലെ കാലഘട്ടത്തിൽ തന്നെയാണ്. ചോദിച്ചു ഇങ്ങനെ ആരാ എന്ന് വെച്ചു, ആരാന്ന് വെച്ചു. ഞാൻ കലാഭമണി, പിന്നെ ഞാൻ ആരാ പിന്നെന്താ പറഞ്ഞേ, കാലുപിടിച്ചാ? അല്ലല്ലേ അയ്യോ ചേട്ടാ ഞാൻ കുഴപ്പമില്ല, നീ ശബ്ദമൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇതും പറഞ്ഞ ആ വഴിക്ക് വരാൻ നിൽക്കരുതിട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ സംസാരിച്ച് അതൊക്കെ പുള്ളി മണിച്ചേട്ടൻ ഒരു തമാശയായിട്ട് എടുക്കുള്ളൂ. പിന്നെ എല്ലാം പോസിറ്റീവായിട്ടിരിക്കുന്നതാണല്ലേ. എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആണോ? എന്തിനാ ദേഷ്യപ്പെട്ടെ? അല്ല, അത് ചില പ്രോഗ്രാം സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഈ തോണ്ടി നിൽക്കല്ലേ, ഇതൊക്കെ ചെയ്യാം, നീ നിക്കവിടെ നമുക്ക് ചെയ്യാത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ കുറച്ച് ഷോസുകൾ ചെയ്തിട്ടുണ്ട്. വിയൂർ സെൻട്രൽ ജയിലില്, പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് വെച്ചിട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ അവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ കൈരളി ടിവിയിൽ ആ പ്രോഗ്രാമിലേക്ക് എന്നെ ആഡ് ചെയ്തത് മണിച്ചേട്ടൻ്റെ തന്നെ ഡ്യൂപ്പ് ചെയ്യുന്ന രതീഷ് വയല എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആ ചേട്ടനാണ് ആദ്യം മണിച്ചേട്ടൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ കലാരംഗത്തേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന രതീഷ് ചേട്ടനാന്ന് തോന്നുന്നു. അപ്പൊ ആ ചേട്ടൻ മുഖേനയാണ് എനിക്ക് വന്നത്. ഓക്കെ ഓക്കെ, നമുക്കൊരു പണിയല്ലോ, ഒരു പാട്ടിലേക്ക് പോയിട്ട് വരാം. ഓക്കെ, നമുക്കൊരു മണിച്ചേട്ടൻ്റെ ഒരു ട്രാക്ക്
ട്രാക്ക് ഇട്ട് പാടാം. ട്രാക്ക് ഇട്ട് പാടാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ലൈവായിട്ട് നമ്മൾ ഓർക്കസ്ട്രയിലുള്ള ഷോകളുണ്ട്, അതില്ലാത്ത നമ്മൾ കരോക്കെ, ഇപ്പൊ കരോക്കെയും കഴിഞ്ഞു, ഇപ്പൊ DJ ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഒരു ട്രാക്ക് ഫയലൊക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇന്റർഫേസ്. വീട്ടിലും ഞാൻ ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ ഈ അടുത്ത കാലത്ത് സ്വന്തമായിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്യാനും പാടാനും സംഗീതം ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൗണ്ട് ഒക്കെ മിക്സ് ചെയ്യുമോ? അല്ലല്ല, ഞാൻ എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ചാലക്കുടിയിൽ മറ്റൊരു സ്റ്റുഡിയോയിലാണ്. എൻ്റെ ഈ ബാക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ് ചെയ്യുന്നത്. എൻ്റെ ഓർക്കസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ചെയ്യുന്നത്, പാടുന്നത് മാത്രം മറ്റൊരു മാസ്റ്റർ ആൻഡ് മിക്സിങ് മറ്റൊരു സ്റ്റുഡിയോയിൽ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓർക്കസ്ട്ര ഒന്നും ഇല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു എല്ലാവരും കൂടി ഒരു കൂട്ടക്കലാശം സംഭവം ഉണ്ടല്ലോ, കലാശക്കൊട്ട്. അപ്പൊ ആ സംഭവം നമ്മൾ ഇങ്ങനെയാണ് ഇട്ട് നമ്മൾ ഇപ്പൊ ഈ സൗണ്ട് ബ്രോനെ മിക്സ് ചെയ്താണോ ട്രാക്കൊക്കെ? ഞാനോ എൻ്റെ അളിയനും കൂടി വിട്ടുവരമ്പ പോകുമ്പോ വിട്ട് പറമ്പത്തൊരു ചേനത്തണ്ടൻ 1 2 3 4 ഇതിങ്ങനെ പാടി പോവാം നമുക്ക്. ഞാനോ എൻ്റെ അളിയനും കൂടി വിട്ടുവരമ്പ പോകുമ്പോ വിട്ട് പറമ്പത്തൊരു ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു ചെറുവടി കൊണ്ടെൻ്റെ മോതിർ വന്നേ ഓതിത്തിത്താരാതിത്തിത്തൈതോ അന്നെക്കാട്ടിയും വല്യോണണ്ട കുഞ്ഞാട്ടാരം കുഞ്ഞിപ്പേട്ടൻ അന്നെ ഞാൻ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. അട്ടക്കുണ്ടിലെ കണ്ടിച്ചേമ്പ ഈ എന്നോട് കളിക്കണ്ട, ഈ എന്നോട് കളിച്ചാ നമ്മൾ കെട്ടിക്കേ. തലവഴി മുണ്ടിട്ട് കടയിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞെന്ന് ചപ്പിക്കറി കണ്ണെഴുതി പൊട്ടുന്നിട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി കാഞ്ചിപൂരം വെട്ടുപറ്റി പൊട്ടിച്ചോട് താറടിച്ച് അയലത്തെ ചേട്ടന്റെ കോളേജിൽ പഠിക്കണ ഉമ്മയുടെ ചേച്ചിയുടെ കെട്ടിന് മുമ്പ് എന്നോട് ഞാൻ വഴ പോലെ കഴുത്തോടും ഇരുന്നോണ്ട് കണ്ടുകാരണം തൊപ്പിത്തോടെ ഇരുന്നോണ്ട് കിലമാറി ചോറ് പാറണ നന്നാണോ അച്ചാറ് കണ്ണിൽ തേക്കിന് 1 2 3 4 തലവഴി മുണ്ടിട്ട് കടയിന്ന് വടവാങ്ങി മറപ്പറ്റി പമ്പമ്മി ഉറഞ്ഞെന്ന് ചപ്പിക്കറി കണ്ണെഴുതി അങ്ങനെയൊക്കെ ഇങ്ങനെ പാടി പോവാം. വേണമെങ്കിൽ നിർത്താം, നമുക്ക് എവിടെ വേണമെങ്കിലും വീട് കൂട്ടാം, എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വിടാം. നമ്മൾ ഓർക്കസ്ട്രയിൽ പറയുന്ന പോലെ നമുക്ക് നിർത്താം, ഒക്കെ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവും. ഇത് ഞാൻ പറയട്ടെ, വേറെ സിംഗേഴ്സ് ഞാൻ ചെയ്യണേ കണ്ടിട്ടില്ല. ഇത് ബ്രോ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഓ കലക്കി. സ്വന്തമായിട്ട് DJ പ്ലേ ചെയ്ത് പാടുന്ന ഒരാള്, അത് മൊബൈലിൽ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓരോ ട്രാക്കും ബ്രോന്റെ അടുത്ത് അല്ല ഇത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ റിപ്പീറ്റേഷൻ ആണ്, നമ്മൾ ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. നമ്മൾ പാട്ട് പാടുമ്പോൾ പ്ലേ ചെയ്ത് നമുക്ക് ഓഫ് ബീറ്റ് ഉണ്ടാക്കാം, ഇൻ ബീറ്റ് ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ഞാൻ BGM വായിച്ചിട്ടുണ്ട്. നമുക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രീത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ BGM ഓൺ ആക്കി ഇട്ടാൽ മതി. അതിന്റെ ഒരു ആ BGM വായിച്ചേക്കുന്നത് എങ്ങനെയാണ്, ഞാൻ BGM പാടിത്തരാം. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്ത് 1 2 3 4. ഞാനത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ടറിട്ട റോഡാണ്, റോഡിനരികാണ്, വീടിനടയാളം ചീമക്കൊന്ന. ഓക്കെ നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ ബ്രീത്തിങ് പ്രശ്നം ഒരു ചെറിയ BGM സെക്ഷൻ ആയി. ഇതിപ്പോ 4/4 തന്നെ 6/8 വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓഡിയൻസിന് മൂഡ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് സെറ്റപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, മാറ്റാൻ പറ്റും. ഇതെന്ന് പറയുക ഒരു 1 hour ഷോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇത് എക്യുപ്മെന്റ്സ് ഇല്ലാതെ ഒരു പുറകിൽ ഒരു ഓർക്കസ്ട്ര ബാക്കിംഗ് കണ്ടിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വിഷ്വലൈസ് ആയി. അതൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ 1 hour കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. എന്തായാലും ഒരു ചെറിയൊരു ട്രാക്കിലേക്ക് ഒന്ന് പോയാലോ, ഏതെങ്കിലും ഒരു ട്രാക്ക്. കാരണം നമുക്ക് ഇതില് ഉറപ്പാണ് രഞ്ജുവിനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ തന്നെ മണിച്ചാന്റെ കുറെ പാട്ടുകൾ കേൾക്കാലോ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്, വെയിറ്റ് ചെയ്യണ്ടാവും. ഈ കരുമാടിക്കുട്ടൻ എന്ന സിനിമയില് വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കൈകൊട്ട് പെണ്ണെ. ഇപ്പം ട്രെൻഡ് ഇപ്പൊ വളക്കിലിക്കണ കുഞ്ഞോളം, ഇപ്പം കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇടയിൽ വളക്കിലിക്കണ കുഞ്ഞോളൊക്കെ വളരെ
ഹിറ്റായിട്ട് നിൽക്കുന്ന സോങ്ങാണ് ആ പാട്ട്. കളിവട്ടം കാണാവട്ടം ഇളവയിലിന് തേരോട്ടം ഇന്നല്ലോ പൂമൻകാവിൽ താലപ്പൊലി ഉഴമഞ്ഞിൻ കുപ്പായത്തിൻ ആ പാട്ട്. കൊട്ടപ്പൊങ്കൊട്ടങ്ങീളെ കൊയിലപ്പം വിളയാങ്ങീളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങളെ ഇത്ര നല്ലൊരു വാങ്ങളമാര് പാടിത്തരൂ വാങ്ങി ഇവിടെ നല്ലൊരു പെങ്ങന്മാരൊന്നാടിത്തരാം. നേരത്തെ പാടി പാട്ടിന്റെ ലിറിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതായത് തലവഴി മുണ്ടിട്ട് കടയിൽ നിന്ന് വട വാങ്ങി മറപ്പറ്റി പമ്മി ഓറഞ്ചിന്ന് ഷാപ്പിൽ കയറി കണ്ണെഴുതി പൊട്ടും തൊട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി കാഞ്ചിപുരം പട്ടുപൊട്ടി പുറ്റു അയലത്തെ ചേട്ടൻ്റെ കോളേജിൽ പഠിക്കണ ഉമ്മയുടെ ചേച്ചിയുടെ കെട്ടിന് മുമ്പ് തണ്ടൊടിഞ്ഞ വാഴ പോലെ തടിച്ച് നിന്നുകൊണ്ട് കണ്ണ് കാണത്തോനെ പോലെ തപ്പി തടഞ്ഞിരുന്നുണ്ട്. ഇതാണ് വരി. അത് നമ്മൾ പാടുമ്പോൾ തലവഴി മുണ്ടിട്ട് കടയിൽ നിന്ന് വട വാങ്ങി മറപ്പറ്റി പമ്മി ഓറഞ്ചിന്ന് ഷാപ്പിൽ കയറി കണ്ണെഴുതി പൊട്ടും തൊട്ട് പൊട്ടിനിട്ട് വട്ടം കുത്തി അങ്ങനെ നമ്മൾ പാടി പോവാം. ശരിക്കും ബ്രോ ഇവിടെ ഇപ്പോഴാണ് നമ്മുടെ റാപ്പ് സോങ്സ് ഒക്കെ ട്രെൻഡ് ആവുന്നത്. ഇതും മച്ചാൻ എന്ന് ഇറക്കിയേക്കണല്ലേ. ഇതെന്ന് പറഞ്ഞാൽ റാപ്പായിട്ടല്ല, ഇതൊരു ഇപ്പൊ ആ വരിയിൽ തന്നെ ഉണ്ട് തലവഴി. അതായത് നമ്മുടെ തലകുടം മുണ്ടിട്ട് അപ്പുറത്തെ കാണുന്ന കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഇപ്പൊ കയ്യിൽ കാശില്ല, എന്നിട്ട് അവിടെ നിന്ന് വടയും വാങ്ങിച്ചിട്ട് നാളെ കാശാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോയിട്ട് ഓടി രക്ഷപ്പെടുന്ന പരിപാടി. അതാണ് തലവഴി മുണ്ടിട്ട് കടയിൽ നിന്ന് വട വാങ്ങി മറപ്പറ്റി പമ്മി ഓറഞ്ചിന്ന് ഷാപ്പിക്കാരി കള്ള് മുടിച്ചിട്ട് ഇങ്ങനെ നടക്കണം നല്ലതാണോ? ഒരാൾക്ക് ചേർന്ന കാര്യമാണോ അത്? അതാണ് ഈ പാട്ടിൽ അർത്ഥം ഉണ്ടായിന്. അപ്പോ കോമഡി ആണെങ്കിലും കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ നമുക്ക് കരുമാടി കുട്ടനിലെ ആ പാട്ട് കേൾക്കാം. നമ്മൾ പാടുന്ന സമയത്ത് ഞാൻ ആദ്യമൊക്കെ കൈകൊട്ടു പെണ്ണേ എന്ന് പറഞ്ഞ പാടിക്കൊണ്ട് പിന്നെയാണ് ശ്രദ്ധിച്ചു തുടങ്ങിയപ്പം കൈകൊട്ടു പെണ്ണേ ആ സാധനങ്ങളൊക്കെ കിട്ടിയത്. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആളെ. നാലുകാലുള്ള ഒരു നങ്ങിലി പെണ്ണിനെ കാവാലൻ കായലിൽ തുള്ളാട്ടം. ഈ മോഡുലേഷൻസ് ഒക്കെ ശരിക്കും സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുത്തിട്ട് പാടിയതാണോ അതോ പുള്ളി തന്നെ ഇംപ്രവൈസ് ചെയ്ത് പാടിയതാണോ എന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മനുഷ്യനെ കൂടുതൽ ഇംപ്രവൈസ് ചെയ്ത് പാടിയതായിരിക്കാം. കാരണം ഓരോ സ്റ്റേജ് ഷോയിലും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്ഥലത്ത് പാടിയതല്ല അടുത്ത സ്ഥലത്ത് വേറെ സാധനമാണ്. അപ്പൊ പകല് മുഴുവൻ തന്നെ എടുക്കുമ്പം പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ അങ്ങനെ പാടലുണ്ട്. ഒരു സ്ഥലത്ത് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ അങ്ങനെ പാടലുണ്ട്. ഇങ്ങനെയും പാടും എന്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ അങ്ങനെയും പാടും. ഇതൊക്കെ ഓരോ വേരിയേഷനിൽ പാടി വെക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യണമായിരിക്കും ചിലപ്പോ. കയ്യിൽ പല സ്ഥലങ്ങളിൽ ഇടണമെങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ബ്രോ ഫീമെയിൽ വോയിസിലും പാടുന്നുണ്ട്. ആ സാധനം ആ റീലൊക്കെ ഭയങ്കര. ഞാൻ ഇതിന്റെ ഇൻസ്പിറേഷൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഇൻസ്റ്റാ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോ ജാൻമണിയുടെ ഒരു 1-2 വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ചുമ്മാ അങ്ങനെ മൂളിപ്പാട്ട് പാടി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെറുതെ ഇൻസ്റ്റയിൽ സ്പോട്ടപ്പ് പോലെ ചെയ്താലോ ജാൻമണിയുടെ. പിന്നെയാണ് എനിക്ക് തോന്നിയത് മണിച്ചേട്ടന്റെ പാട്ടിൽ ഇതുപോലെ ദലിമ ചേച്ചി പാടിയെന്ന് തോന്നുന്നത്. ദലിമ ചേച്ചി ഫീമെയിൽ പാടിക്കണമെന്ന് തോന്നുന്നു. ചൂണ്ടലിലുള്ള ഒരു പെണ്ണും പാടിയിട്ടുണ്ട്. രണ്ടുപേരെ സൗണ്ട് ഏതാണ്ട് ഈ ജാനകിയമ്മയുടെ ഇവരൊക്കെ സൗണ്ട് ഏതാണ്ട് ഒരേ ലെവല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പാടി വെറുതെ ചുമ്മാ നോക്കാം. അങ്ങനെ അത് പാടി നോക്കി. അങ്ങനെയാണ് കാര്യം നേരെ നിന്നു പറഞ്ഞൂടെ ഓടാനും ചാടാനും നിൽക്കണ്ട നാടറിഞ്ഞൊരു കല്യാണം തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു താലിമതി തൂങ്ങാനും ചാവാനും നിൽക്കണ്ട നൂലിലിട്ടൊരു താലിമതി നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞു നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനത് പോരെ അങ്ങനെ വന്നത്. പക്ഷെ എനിക്ക് ആ റീല് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചോദിക്കുകയും ചെയ്തു. ചേട്ടാ അത് കൊള്ളാത് ഈ അടുത്തല്ലോ ബ്രോന് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഈ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് പോകാൻ നേരത്ത് കുറെ ഓഡിയൻസ് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചേട്ടൻ മണിച്ചേട്ടൻ്റെ മോനാണ് ഞാൻ വേർത്ത് പോയി. നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. ഞാനിങ്ങനെ
അതെവിടെയായിരുന്നു എവിടെയായിരുന്നു പരിപാടി? ലോകനാർക്കാവിലാന്ന് തോന്നുന്നു പരിപാടിയായിരുന്നു. അന്നൊക്കെ ഉണ്ടായിരുന്ന പരിപാടിക്ക് സ്റ്റാർ മാജിക്കിലെ. ഞാൻ അങ്ങനെ പെർഫോം ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണ സമയത്ത് ഇനി ഏതാ പാടണ്ടേന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇവര് ചേട്ടാ എന്താ പറയാ ചേട്ടോ എന്താ മണിച്ചേട്ടൻ മോനാണോ? അത് മൈക്കും കൊടുത്തല്ലോ അവന്. ഞാൻ നേരെ എൻ്റെ അച്ഛൻ്റെ പേര് പ്രഭാകരനാ. അല്ല അങ്ങനെ ഒരു സംഭവമില്ല. എല്ലാരും ഒരു ചിരി ബ്രോന് പറഞ്ഞു കുട്ടിയല്ലേ അവന്. മണിച്ചേട്ടൻ തന്നെ അങ്ങനത്തെ ഒരു ട്രോള് പണ്ട് ഈ ഷോയില് പറഞ്ഞിട്ടുണ്ട്. മണിച്ചേട്ടൻ പറയാറുണ്ട്. അത് തമാശക്ക് കിട്ടാ തമാശയൊക്കെ പറയാറുണ്ട്. നമുക്ക് കേൾക്കുമ്പോ നമുക്ക് നമ്മളതിന് തമാശയൊക്കെ എടുത്തിട്ടുള്ളൂ അതിനെ. പുള്ളി കൗണ്ടർ അടിക്കാൻ പുള്ളി വേറെ ലെവലല്ലേ. എനിക്കാണെങ്കിൽ ആകെ ഒരു അച്ഛനുള്ളൂ. എന്നെ പോലെ കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എനിക്കാണെങ്കിൽ ആകെ ഒരു അച്ഛനുള്ളൂ പുള്ളി അങ്ങനെ തമാശയൊക്കെ പറയാറുണ്ട്. ഓക്കെ. വീട്ടില് ചെല്ലാറുണ്ടായിരുന്നു? മണിക്കൂടാരത്തിലേക്ക് അങ്ങനെ ഞാൻ പോയിട്ടില്ല. പോയിരുന്നു ഫസ്റ്റ് എൻ്റെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് പോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ പോകണമെങ്കിലും കൂടുതൽ ഫ്രീഡം കിട്ടിയിട്ടുള്ളത് സംസാരിക്കാനുള്ളതൊക്കെ ഈ ആശാന്റെ വീട്ടിലും പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ഷോകളിലൊക്കെയാണ്. ആശാന്റെ വീടാണോ ഒരു കൈരളി ചാനലിന്റെ ഒരു പരിപാടി? അവിടെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ കൊടുങ്ങല്ലൂർ നമ്മുടെ പാട്ടൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ട് മണിച്ചേട്ടൻ്റെ മറ്റേ ഈ പാട്ടൊക്കെ അക്കളം മുന്നിൽ ഇക്കളം മുന്നിൽ തട്ടക തമ്പിക ആടുന്നേ തട്ടക തമ്പിക ആടുന്നേ ആടിവ കളി തുള്ളിവാ കൊടുങ്ങല്ലൂരമ്മ നീ ആടിവാ കൊടുങ്ങല്ലൂരമ്മ നീ ആടിവാ കാവു തിണ്ടുവാൻ കോമരം വയ്ക്കുവാൻ കാവു തിണ്ടുവാൻ കോമരം വയ്ക്കുവാൻ അശ്വതി നാളിലെങ്ങെത്തിടാം അശ്വതി നാളിലെങ്ങെത്തിടാം. ഈ പാട്ടൊക്കെ അവിടെ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആശാൻ എന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞ എൻ്റെ ഒരു ആൽബം ഉണ്ട് എന്തൊരു തൊന്തരവ് എന്ന് പറഞ്ഞിട്ട്. തരിയൻ തോമസ് എന്ന് പറഞ്ഞ ഒരു എൻ്റെ പ്രൊഡ്യൂസറാണ് അത് ആൽബം റിലീസ് ചെയ്തത്. ഹോളി ഫാമിലി ഓഡിയോസ് ആൻഡ് വീഡിയോസ് എന്ന ചാനലിന്റെ പേര്. അതിനകത്ത് എന്തൊരു തൊന്തരവ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആശാനും ഞാനും കൂടിയിട്ടാണ് അത് പാടിക്കണല്ല ഫസ്റ്റത്തെ ഒരു സ്കിറ്റ് പോലത്തെ ഒരു സംഭവം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആശാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ എന്താ ഇവിടെ ആള് വെള്ളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഒരാളുടെ പോലെ. അപ്പൊ ഞാൻ ബസ് കത്തുന്ന ആശാനെ അല്ല നിന്നെ കുറെ നാളായാലും വസ്തി കണ്ടിട്ട്. അപ്പം അല്ല ഞാനിങ്ങനെ വെറുതെ പോയത് വലിയ തൊന്തരവില്ല തേങ്ങ ഇവിടെ നിന്ന് ഇയാളെ കണ്ട കാശും ചോദിക്കും. ഇനിയിപ്പോൾ എന്നോ അതെ ഇങ്ങനെ കാശ് ചോദിച്ച് ആശാനെ അപ്പം ഞാൻ പോട്ടെ. അല്ലടാ നമുക്ക് നമ്മുടെ ചാലക്കുടിയിലെ നമ്മുടെ മണിയില്ലേ നമ്മുടെ നടനെ പറ്റിയൊരു പാട്ട് നമുക്ക് ഇറക്കണല്ലോടാ അതിനിപ്പോൾ എന്നിട്ട് പേരാ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എന്തൊരു തൊന്തരവ് എന്ന് പറഞ്ഞാൽ ആൽബം ചെയ്തേക്കണം. ആ ആശാൻ അതാണ് പെട്ടെന്ന് ആശാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി മണിച്ചേട്ടനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എപ്പിസോഡിലും നോക്കി കാണാൻ പറ്റും മണിച്ചേട്ടനും ആശാനും കണ്ടിട്ടുണ്ടാവും. പബ്ഡങ്ങളെ നിങ്ങൾ പണ്ടാര നിർമ്മിതമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി മണിച്ചേട്ടനും പുള്ളി അപ്പം മണിച്ചേട്ടൻ പാടുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ പുള്ളി പാടുക. എന്ത് പാടിയാലും പുള്ളി അതിന് നേരെ ഓപ്പോസിറ്റ് പാടും. ഇതേപോലത്തെ ഒരു ശബ്ദമുള്ള ഒരു കാസറ്റിൽ കേൾക്കുന്നത് ആശാനാണോ? അല്ല ആശാനല്ല, അത് വോയിസ് ഇമിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ശരിക്കും ഒരാളുണ്ട്. ആ ആളാണ് മണിച്ചേട്ടൻ്റെ ആശാൻ എന്നാ പുള്ളിനെ വിളിക്കുക, സുബ്രഹ്മണ്യൻ എന്ന പേര്. പുള്ളി ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാൻ. അപ്പോൾ മണിച്ചേട്ടനായിട്ട് എന്നെ പരിചയമാക്കാനും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആശാൻ. നന്നായി ചെറുപ്പത്തിലെ തന്നെ. അടിപൊളി. ഇപ്പൊ രഞ്ജിബ്രോ പാട്ട് സ്റ്റേജിൽ പാടുമ്പോഴേ ചില പാട്ട് പാടുമ്പോൾ നമുക്ക് നമ്മളറിയാതെ ഒരു എനർജി വരൂലേ? ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ എനിക്കൊരു 100% കോൺഫിഡൻസ് ആ ഒരു അങ്ങനത്തെ ഒരു പാട്ട് ഏതാ? അപ്പൊ ഈ പാട്ടാണ് എനിക്ക് കൂടുതലും സ്റ്റേജിൽ ശ്വാസം കിട്ടാതെ നമ്മളിത് പാടുക. ഞാൻ ഇടാം. ഓക്കെ. തങ്കം മണക്കില്ല തവളക്ക് പല്ലില്ല തക്കല മുസക്ക് 2 പല്ല് കുറുക്കി തെറ്റില്ല ഉപ്പും മുള്ളക്കില്ല ഉലകിലെ മായങ്ങൾക്കറ്റമില്ല. ഉത്രാടത്തിൽ വന്ന പത്രാടം കാരണം ഇക്കൊല്ലം പെരുന്നാൾ വൈകി വന്ന് ഉണ്ണിക്ക് പമ്പരം ചോദിച്ചൊന്ന് തരം മിത്താക്ക് നല്ലൊരു പാദസരം. സാമ്പ്രാണി ചേർത്താലും പാലിൽ നനച്ചാലും ഉള്ളിതൻ കണ്ടം കൂറായുമില്ല. കണ്ടത്തിൽ കിടക്കണം മുണ്ടെത്തിപ്പല്ലിന്റെ മൂക്കത്ത് മുന്നഴി നെയ് കണ്ട് പാലിന് കൈപ്പില്ല പഴഞ്ചൊല്ലിൽ പതിരില്ല പച്ചില പമ്പിന് പത്തിയില്ല. കുതിരയ്ക്ക് കൊമ്പില്ല മുതിരയ്ക്ക് മധുരല്ല കൊക്ക് കാണാത്ത കുളങ്ങളില്ല. ചക്കിക്ക് ചങ്കരൻ ചക്കിന് കൊപ്പാര കൂട്ടം കലിക്ക് കൂനൻ ചെമ്മീൻ വിദ്വന് വിമ്പിലെ വിദ്യക്കളവില്ല വീണയിൽ മീട്ടത്തരാഗമില്ല. പപ്പടങ്ങാക്കില്ല ചൂടിലെ തീയില്ല ചുക്ക് ചേരാത്ത കഷായമില്ല. പ്ലാവിന് മുള്ളിലെ പാറ ഉറപ്പില്ല പച്ചമിൻ തിന്നത്ത പൂച്ചയില്ല. മൂക്കില്ല ഗ്രഹത്തില്ല മുകളില്ല മഴയില്ല മൂക്കത്തെ കക്കുമരങ്ങളില്ല. കത്തൂരി മഞ്ഞൾ കറിക്ക് വേണ്ട ചെറുമുതിരയ്ക്ക് നിന്നൽ പഠിപ്പ് വേണ്ട. പൊക്കി നടപ്പില്ല തെങ്ങ് ചതിക്കില്ല തീയിൽ കുരുത്തത് പാടിയില്ല. മുല്ലയ്ക്ക് തെണിയില്ല മുറിക്കിന് പടമില്ല മുറ്റത്തെ ചെപ്പിനടപ്പുമില്ല. ഞായറ് തന്നതോ തിങ്കൾ തന്നതോ ഞാവൽ പൂ ഒന്നിന്റെ സ്വർണ്ണ നിറം. കൊല്ലത്ത് തെയ്യട്ടം കണ്ണൂർ എത്ര
ചേട്ടം മടക്കയിലെ പാത്തുന്നു വാൽക്കനട്ടം കല്ലായിക്കായൽ കർക്കിടകം വന്ന നാലുകൾ പെണ്ണിന് നല്ലൊരട്ടം മകരത്തിൽ മഴയില്ല മഞ്ഞിനും ചൂടില്ല മലയാളി പെണ്ണുള്ള നല്ലതില്ല വെള്ളിക്കും വെള്ളയ്ക്കും ഓരഴക് എൻ്റെ എണ്ണക്കറുപ്പിന് നൂറഴക് സുർമകൾ എന്തിനു മൈലഞ്ചി എന്തിന് പൊന്നും കൂടത്തിന് പൊട്ടുന്നതിന്. എന്റെ പൊന്നെ എത്ര എത്ര വരികള് ഇതിന്റെ ഉള്ളിൽ കൂടി കയറി പോണേ. അതെ അതെ. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്ത് തോട്ടൊക്കെ തവിടുകൂടിയിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് പാടായിരുന്നു. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് തകർക്കാം. നമുക്ക് അടുത്ത പരിപാടിയിൽ ഗംഭീര പരിപാടി അടിക്കാം. അപ്പൊ നമുക്ക് അടിപൊളി പാട്ടോട്ട് കൂടിയിട്ട് നോക്കുന്നു മറ്റപ്പിയാം. ഓക്കെ. ആടണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണോ, ആടണം പാടേണം എനിക്കിന്ന് ആടി കുഴയണോ, കഥ നീയൊന്നു കെട്ടിടണോ, എൻ കൂടെ ജീവിക്കാനായി ആശയുള്ള പെണ്ണെ നീ കെട്ടിടണോ, പച്ചപ്പനന്തത്ത പുന്നര പൂമുത്ത പൂന്നലിൻ പൂങ്കരളേ എന്നോ മന പുന്നര പൂങ്കരളേ, ഉച്ചക്ക് നീ എൻ്റെ കൊച്ചു വഴത്തൊപ്പിലൊന്നു ആ പൊൻകരളേ, വന്നാലോ എൻ കഥ കേൾപ്പിക്കാൻ ഞാൻ, കൂലിക്കാശൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്താലും അപ്പച്ചൻ കൊണ്ടുപോകും, അമ്മച്ചിനെ തല്ലിട്ട് കൊണ്ടുപോകും, ഷാപ്പിൽ നിന്ന് കല്ലടിച്ചപ്പച്ചൻ പാടുമ്പോൾ എന്തൊരു ടൂണപ്പൊന്നെ സംഘാകാരം ഒറ്റയ്ക്ക് പാടും പോലെ, ആടണം പാടേണം എനിക്കിന്ന് കാടി കുടിക്കണോ, ആടണം പാടേണം എനിക്കിന്ന് കാടി കുഴയണോ, കേൾക്കണം കേൾക്കണം എൻ്റെ കഥ നീയൊന്നു കെട്ടിടണോ, എൻ കൂടെ ജീവിക്കാനായി ആശയുള്ള പെണ്ണ് നീ കെട്ടിടണോ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോണെന്തിന് പണി ചെയ്തു, കല്യാണം കുട്ടിക്കല്ലല്ലട വേല ഇതാ, കല്യാണം കുട്ടിക്കല്ലല്ലട വേല ഇതാ, പൈറുമണിക്കൊത്തൊരു പെണ്ണ് പാവമ്മേട പാടും പെട്ട് പേക്കോലം പോലായില്ലട വേല ഇതോ, പേക്കോലം പോലായില്ലട വേല ഇതാ, പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടാൻ പൊല്ലായി പകും വേല ഇതാ, ജാമ്യം കിട്ടാൻ പൊല്ലായി പകും വേല ഇതാ, ആ പകല് മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്കൺ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാച്ചിന് കല്ലും കുട്ടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കഷ്ടത്തിലാക്കല്ല വേല ഇതാ, കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്, വെള്ളമേ പുള്ളിയുള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരേ എത്ര ഞാൻ വാങ്ങി തന്നു, വരുത്തന്റെ ഒപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ നിന്റെ പരക്കം പച്ചിലി ഒതുക്കം കിട്ടൊടി തങ്കമ്മേ, ആണിന്റെ മാനം കാക്കണ ധാരടി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ, വടക്കം മട്ടിനെ മുടുക്ക് കൊട്ടണ തങ്കമ്മോ, നിന്റെ നടത്തം കാട്ടി ഞാൻ കിടുങ്ങി പോകടി തങ്കമ്മേ, ആ പട്ടി പിടിത്തം കുട്ടികളല്ലടി തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കല്ല തങ്കമ്മേ, ഞാൻ നയസനല്ലടി കളവനല്ലടി തങ്കമ്മേ, ഇത് പഴനി അടവം കഴിഞ്ഞതടി തങ്കമ്മേ, ആ വരുത്തന്റെ ഒപ്പം വിളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കമ്പാച്ചിലിനൊതുക്കം കിട്ടൊടി തങ്കമ്മേ. ഓ നൈസ് നൈസ്.